ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ്. നമ്മൾ ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകാനും ഒക്കെ പറ്റിയ ബീഫ് ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ കേടുകൂടാതെ നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. കുറേ ദിവസം ഇരിക്കണമെങ്കിൽ നമ്മൾ എത്രത്തോളം ഇതിന് കെയർ ചെയ്യണമെന്ന് ബീഫ് വരട്ടുകയാണെങ്കിലും പൊരിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മളതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. അതിന് വേണ്ടി കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെറിയ പീസുകളാക്കി നമ്മൾ എടുക്കുകയാണ്. നല്ല രുചിയോടെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ചെറിയ ഉള്ളി കുറച്ച് അധികം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാള ഇതിൽ ചേർക്കണില്ല. തക്കാളിയും സവാളയും ഇതിൽ ചേർക്കാതെ നമ്മളിത് എങ്ങനെ വരട്ടി പൊരിച്ചെടുക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടി നമ്മളെ കഷ്ണങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്. ഇത് നന്നായി 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ സമയമെങ്കിലും വെള്ളമൊക്കെ വാർന്നു പോകാൻ വെക്കണം. ഇത് കുക്കറിലാണ് വെക്കണേ. കുക്കറിൻ്റെ വിസിൽ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ നന്നായി വെന്ത് ഉടയും. അപ്പം അതിന് വേണ്ടിയാണത്. അതൊന്ന് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ വേവിച്ചെടുക്കുന്നത്. അതല്ലെങ്കിൽ മൺചട്ടിയിലോ ഒക്കെ വേവിച്ചെടുക്കണത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വലിയ ജീരകവും ഉലുവയും ഇട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം അതിൽ ചേർത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ബ്രൗൺ നിറം ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മളെ ഉള്ളിയൊക്കെ ഒരു വിധം ആയിട്ടുണ്ട്. അതിലേക്ക് ഗരം മസാല 1 സ്പൂണ്, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു സ്പൂൺ മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ. 2 കിലോ ബീഫിലേക്കാണ് 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മളതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി ഒന്നും ഇടുന്നില്ല. വെള്ളമൊന്നും ചേർക്കാതെ നമ്മളെ ബീഫൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഇത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ചെറിയ തീയിൽ വെള്ളം നന്നായി വറ്റുന്നത് വരെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് കുരുമുളക് എടുത്തിട്ട് 2 സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗൾഫിലേക്ക് കൊടുത്തയക്കുകയാണെങ്കിൽ ഒരു 2 മണിക്കൂർ ചെറിയ ചൂടിൽ അടുപ്പത്ത് തന്നെ വെച്ചുകൊണ്ടിരിക്കണം. ആ വെള്ളമൊക്കെ നന്നായി ഉണങ്ങിയ പോലെ ആക്കിയെടുക്കണം. അപ്പം നമ്മൾ ഇത് ബീഫൊന്നും കൊടുത്തയക്കാനല്ല. അപ്പം അത് കാരണം ഒരുപാട് അങ്ങ് ഉണക്കിയെടുക്കണില്ല. അപ്പം നമ്മൾ ഗൾഫിലേക്ക് കൊടുത്തയക്കാൻ ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുക. ഇനി 2 മണിക്കൂറൊക്കെ നമ്മൾ അടുപ്പത്താണെങ്കിലും ചെറിയ തീയിലിങ്ങനെ ഉണക്കിയെടുത്താൽ മതി. അപ്പോൾ വെള്ളമൊക്കെ നന്നായി വലിഞ്ഞ് കിട്ടിയാൽ പെട്ടെന്ന് കേടുവരാതെ തന്നെ നല്ല രുചിയോടുകൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് പൊരിച്ചത് എങ്ങനെയെന്ന് നോക്കാം. നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.